എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാൻ പറ്റും, കോടതി വഴി എങ്ങനെ കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഈ ആക്സിഡൻറ്റ് സംഭവിച്ച വ്യക്തിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അതിനുശേഷം അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ കാര്യം പറയുക, എന്താണ് ഈ അപകടം നടന്നത്, മോട്ടോർ വെഹിക്കിൾ വഴിയാണ് ഈ അപകടം സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആക്സിഡൻറ്റ് കം വൂണ്ട് സർട്ടിഫിക്കറ്റ് അതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്സിഡൻറ്റ് കം വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നുള്ളത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കോർട്ടിൽ ട്രിബ്യൂണലിൽ നമുക്ക് കോമ്പൻസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ റിലേറ്റീവ്സ്, നമുക്ക് ഇഞ്ചുറി കുറച്ച് കൂടി ഇഞ്ചുറി ആണെങ്കിൽ, സിവിയർ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബെഡ് റെസ്റ്റിലായിരിക്കും, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാം. FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതൊന്നുകിൽ നമുക്ക് കഴിയെങ്കിൽ പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് വഴി പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവർ ഹോസ്പിറ്റലിലാണെങ്കിൽ വീട്ടിലാണ് നമ്മളിലാണെങ്കിൽ അവിടെ വന്നിട്ട് അവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തോളൂ. അതിനുശേഷം അവർ ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. നമ്മൾ ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തൊക്കെ പോയിട്ട് വിറ്റ്നസ് വല്ലതുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ളത് വെച്ചാൽ അതൊക്കെ എടുക്കും. പിന്നെ നമുക്ക് കഴിയുന്നതും വണ്ടിയുടെ നമ്പർ, വണ്ടിയുടെ ഡ്രൈവർ നമുക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും. എങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, RC ഓണറിൻ്റെ ഡീറ്റെയിൽസ് കഴിയുമെങ്കിൽ പോലീസിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അതിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ വിവരം അറിയിക്കുക. നമ്മൾ അതെപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ പെഡിസ്ട്രിയൻ ആണെങ്കിൽ, അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ ഇടിച്ചതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നമ്മളെ വണ്ടി വേറൊരു വണ്ടിയിൽ